ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിക്യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ക്ലെയിംസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും ഉന്മേഷവും ഒക്കെ തരുന്ന തരത്തിലുള്ള കുറച്ച് ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. 15ലധികം വെറൈറ്റി മുല്ലകൾ ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഇലച്ചെടിയും പൂച്ചെടിയും ഒക്കെ ഉണ്ട്. എത്രയൊക്കെ വെറൈറ്റി പുതിയ ചെടികൾ വന്നാലും മുല്ലച്ചെടിയോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ആളുകൾക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മുമ്പ് മുല്ലകളുടെ മാത്രമായിട്ട് ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും മുല്ലകൾ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാമെന്ന് ഓർത്തു. മുല്ലകൾ മാത്രമല്ല വേറെയും ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്യാം. ഈ ആഴ്ചകളിലൊക്കെ പ്ലാന്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നത് നിങ്ങളുടെ ഒഴിവനുസരിച്ചിട്ടായിരിക്കും. കാരണം നമുക്കിനിപ്പോൾ ഓണം വരുന്നുണ്ട്, ഓണം വെക്കേഷൻ ഉണ്ട്, കുട്ടികളുടെ എക്സാം അതിന് മുമ്പുണ്ട്. അപ്പം അമ്മമാരൊക്കെ നല്ല ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അയച്ചു തരാം. നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്നാണ് പ്ലാന്റ് ഓർഡർ ചെയ്യുന്നതെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യണേ. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ ബില്ലിടുന്നതിന് മുമ്പ് പ്രത്യേകം പറയണം കേട്ടോ. ഞാനിപ്പം വേഗം പ്ലാന്റ്സ് കാണിക്കാം. ആദ്യത്തെ പ്ലാന്റ് കുറ്റിമുല്ലയാണ്. നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പം പൂക്കളെ പറ്റി ആദ്യം പഠിക്കില്ലേ? അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന പൂ തന്നെ ഈ മുല്ലപ്പൂവൊക്കെയല്ലേ. മുല്ല വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ചട്ടിയിലും തറയിലും ഒരുപോലെ നടാവുന്നതാണ്. വളരെ നോർമലായിട്ടുള്ള പരിചരണങ്ങളൊക്കെ ഇതിന് മതി. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റുകളൊക്കെ പോലെയുള്ള ഓർഗാനിക് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറ്റിമുല്ലയോടൊപ്പം തന്നെ വള്ളിമുല്ലയും നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. 2 മുല്ലയ്ക്കും 50 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. നല്ല ഒരു വെറൈറ്റി സ്മെല്ലുള്ള പിച്ചിമുല്ലയാണ് അടുത്തത്. പിച്ചിപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു നോസ്റ്റാൾജിക് ഫീൽ നമുക്ക് വരും അല്ലേ. സെയിലിനുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഒരു പ്ലാന്റിന് 70 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിച്ചിൻ്റെ പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാറില്ല. ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത വെറൈറ്റി സ്റ്റാർ ജാസ്മിനാണ്. നിത്യ കല്യാണി മുല്ല എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ നല്ല കരിഞ്ഞ പച്ച ഇലകളും നല്ല നക്ഷത്രം കണക്കെ നിൽക്കുന്ന പൂക്കളുമാണേ. ഇതിലെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റായിട്ട് പഞ്ചായിട്ടാണ് ഉണ്ടാവുക. ഈ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ നോക്കുക, ഒരൊറ്റ പൂവ് കൂട്ടൊന്നും ഇല്ലാണ്ട് നിൽക്കുക. ഇതിൻ്റെ റേറ്റ് 70 റുപ്പീസ് തന്നെയാണേ. ഇനിയുള്ളത് എപ്പോഴും കണ്ട് ഒത്തിരി എൻക്വയറിയുള്ള ഈ കോയമ്പത്തൂർ മുല്ലയാണ്. കോയമ്പത്തൂർ മുല്ലയുടെ ആ ഒരു സുഗന്ധമാണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു നല്ലൊരു മണമാണ് ഇതിന്. സുഗന്ധം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല രീതിയിലുള്ളതുണ്ടല്ലോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്, കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിലെ പൂക്കൾ നല്ല സ്ട്രോങ് സ്മെല്ലുള്ള പൂക്കളാണ്. പ്ലാന്റ് സൈസ് കണ്ടല്ലോ, ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ്. നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒത്തിരി സ്മെല്ലൊന്നും ഇല്ലെങ്കിലും നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന കാക്കടമുല്ലയാണ് അടുത്തത്. ഇങ്ങനെ വലിയ കൊലകളായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാവുക. നല്ല രസമാണ് കാണാൻ. ഒരു കൊലയിൽ തന്നെ കണ്ടമാനം പൂവുണ്ടാവും. അത് നിൽക്കുന്ന സ്ഥലം ആ ചെടിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അത് മറന്നു പൂക്കും. കാക്കടമുല്ലയുടെയും പ്ലാന്റ് നമുക്ക് 70 രൂപയ്ക്ക് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ പ്ലാന്റ്സ് അയക്കാറ്. അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് കേട്ടോ. സെയിൽ ലിസ്റ്റിലെ അടുത്ത മുല്ല നിത്യമുല്ലയാണ്. ആലപ്പുഴ മുല്ല എന്ന് ചിലർ ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് ഒരു മുല്ല പല പേരിലാണ് പലയിടത്തും അറിയപ്പെടുന്നത്. ഞാൻ തന്നെ പല നഴ്സറികളിൽ പ്ലാന്റ്സ് വാങ്ങാൻ പോകുമ്പം ഒരു മുല്ലയെ തന്നെ പല നഴ്സറിക്കാരെ പല പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഈ ഒരു വെറൈറ്റീനെ നിത്യമുല്ല എന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും വിളിക്കുന്ന മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. 70 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത സുന്ദരി മണിമുല്ലയാണ്. നല്ല മണിയായിട്ട് നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ്. മണിമുല്ലയൊക്കെ നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇനിയും ആവശ്യക്കാരുണ്ടാകാം. അപ്പോൾ ഒരു പ്ലാന്റിന് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആഫ്രിക്കൻ മുല്ലയാണ്. ഇതും നല്ല സുഗന്ധമുള്ളൊരു മുല്ലയാണ്. മറ്റു മുല്ലകളിൽ നിന്ന് ഇതിൻ്റെ ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പൂക്കൾ കണ്ടില്ലേ? ഈ ഒരു ചെടി ഞാനിവിടെ നട്ടിട്ട് ഇതിൽ എപ്പോഴും പൂക്കളാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പൂക്കൾ കുറവാണ്. നല്ലൊരു സുഖമല്ലേ ഈ വെളുത്ത പൂക്കൾ ഇങ്ങനെ കാണാനായിട്ട്. ആഫ്രിക്കൻ മുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. 100 രൂപയാണ് ഇതിൻ്റെയും റേറ്റ് കേട്ടോ. ഒരു മണവാട്ടിക്കുട്ടിയെ പോലെ എപ്പോഴും അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ട ബ്രൈഡൽ മുല്ലയൊക്കെ ഉണ്ടോ? ഈ ചെടി എപ്പോഴും ഇതേ ഫോമിൽ തന്നെയാണ് എന്നും പൂവുണ്ടാവും. ഇത് നമുക്ക് പടർത്തി വളർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ നട്ട് അതിന് നടുക്ക് ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടേ അതുമൊക്കെ തന്നെ ഇങ്ങനെ വളച്ച് കയറ്റി വളർത്തിയാൽ മതി. അതിൽ നിറഞ്ഞിങ്ങനെ പൂത്ത് നിൽക്കും, നല്ല രസമായിരിക്കും കാണാൻ. ബ്രൈഡൽ ബൊക്കയുടെ റേറ്റ് ഒരു പ്ലാന്റിന് 120 റുപ്പീസാണേ. നെക്സ്റ്റ് പ്ലാന്റ് ശ്രീലങ്ക മുല്ലയാണ്. മുല്ല എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല സ്മെല്ലെന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു വിഷമം തീർക്കാനായിട്ട് എപ്പോഴും ഇതുപോലെ നിറച്ച് പൂവുണ്ടാവും. ഈ ചെടിയിലൊക്കെ എന്തോരം പൂക്കളാന്ന് നോക്കി. ഇത് നട്ട കാലം തുടങ്ങി ഇങ്ങനെ തന്നെയാണ്. ഈ ഏരിയ ഫുള്ള് ഇതേ പൂ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇവിടെ പുതിയ ചട്ടികളിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശ്രീലങ്ക മുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് കേട്ടോ റേറ്റ്. ഞാൻ എപ്പോഴും പറയും, ചെടിക്ക് നമ്മൾ പൈസ മുടക്കി കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമായിട്ട് തോന്നാത്തൊരു ചെടിയായതെന്ന്. ഇനിയുള്ളത് വാട്ടർ ജാസ്മിൻ. ഇതൊക്കെ എന്ന് പറയുന്നത് വെറൈറ്റി സംഭവങ്ങളാണ്. വാട്ടർ ജാസ്മിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ചിലതൊക്കെ ഇതിലും വലുതാണ്. ഒരു പ്ലാന്റിന് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. 1-2 ആഴ്ച മുമ്പ് ഞാൻ മരമുല്ലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് ഈ ആഴ്ചകളിൽ മരമുല്ല പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വാങ്ങാം കേട്ടോ.
എല്ലാ മുല്ലച്ചെടികളും ഒരു പരിധി വിട്ട് വലുതാവില്ല. ഇത് ഒരു മരമായിട്ട് നിറയെ പൂക്കുന്ന ചെടിയാണ്. മരമുല്ലയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിന് 90 രൂപയാണ് കേട്ടോ. മരമായിട്ട് വളരുന്ന മരമുല്ല നാടൻ നടാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക് മരമുല്ല ഹൈബ്രിഡ് അവൈലബിൾ ആണ്. മരമുല്ല ഹൈബ്രിഡിൻ്റെ ഒരു പ്ലാന്റിന് 150 റുപ്പീസാണ് റേറ്റ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ചട്ടിയിലൊക്കെ ഇച്ചിരി വലിപ്പമുള്ള ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റും. മരമുല്ലയുടെ ഇനി ഏറ്റവും പീക്കിരി സംഭവമുണ്ട് മിനിയേച്ചർ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? കുഞ്ഞു കുഞ്ഞു പൂവും കുഞ്ഞു കുഞ്ഞു ഇലയും സൂപ്പറാണ്. ഇതാണ് സെയിലിനുള്ള പ്ലാന്റ് സൈസ്. ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ്. നമ്മളൊരു പോട്ടിൽ നട്ടിട്ടെ അതിനെ ട്രിം ചെയ്ത് ഇങ്ങനെ വട്ടത്തിൽ നിർത്തണം, ഒരു ഉണ്ടയായിട്ട് നിർത്തണം. അപ്പോൾ ഒരു ബോൾ പൂത്ത് നിൽക്കണ പോലെ തോന്നും. ഇതുപോലെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പൂക്കളായി തുടങ്ങും. കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങനെ അങ്ങ് ട്രിം ചെയ്യാൻ പറ്റുക. ഈ കാണുന്ന പവിഴമുല്ല അറിയാത്ത മലയാളി ഉണ്ടോ? നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. കുഞ്ഞൊരു മരമായിട്ട് തന്നെ വളർന്ന് നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. പവിഴമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 70 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ജാസ്മിൻ വെറൈറ്റീസിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ പൂവില്ല. പൂത്തിരി കത്തുന്ന പോലെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് ഈ ചെടി മുമ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. പൂ കാണാതെ തന്നെ ഈ ചെടി മനസ്സിലാക്കി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് 90 റുപ്പീസിന് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് 2-3 പ്ലാന്റ് വെറൈറ്റിയും കൂടെ ഈ ആഴ്ച സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഈ ഒരു തോൺലെസ് യൂഫോർബിയാണ്. ഒട്ടും മുള്ളില്ലാത്ത യൂഫോർബിയ. ഞാൻ നേരത്തെ ശ്രീലങ്ക മുല്ലയുടെ കാര്യം പറഞ്ഞ പോലെ 365 ദിവസം പൂവുണ്ടാവുന്ന ചെടിയാണിത്. അത്യാവശ്യം വെയിലും കുറച്ച് വളവും കിട്ടിക്കഴിഞ്ഞാൽ കക്ഷി എപ്പോഴും ഹാപ്പിയാണ്. ഈ വെറൈറ്റി യൂഫോർബിയ എന്നോട് ഒത്തിരി പേര് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം കുറച്ച് പ്ലാന്റ്സാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. സിംഗിൾ സ്റ്റെം പ്ലാന്റ് ആണ്. ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നുമല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒത്തിരി വെള്ളക്കെട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നട്ടാൽ മതി. ചട്ടിയിൽ നടാം, തറയിൽ നടാം. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണേ. അടുത്ത സ്പെഷ്യൽ പ്ലാന്റ് ഈ ഒരു വെറൈറ്റി അരയിലിയാണ്. ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടു കിട്ടാത്ത ഒരു അരയിലിയ വെറൈറ്റിയാണ്. ചില ചെടികളും പൂക്കളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഒറിജിനൽ ആണോ എന്ന് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒറിജിനൽ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ആണോ എന്ന് സംശയം തോന്നും. ഇൻഡോറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ മതി. ഇത് വളർന്ന് കുറച്ച് ഒരു അരയാൾ പൊക്കത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുക. ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ് കേട്ടോ. ഇതുപോലെ തന്നെയുള്ളൊരു സുന്ദരി കോതയാണ് ഈ ഒരു അംബർല ഗ്രാസ്. പൂവൊന്നും ഇല്ലെങ്കിൽ എന്താ, പൂവിനേക്കാളും ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ബുഷിയായിട്ട് തിങ്ങി നിറഞ്ഞു വരുമ്പം നല്ലൊരു വെറൈറ്റി ലുക്കാണേ. വെറൈറ്റി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. ഇത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും വളർത്താം. നമ്മൾ പുറത്ത് വലിയ ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ ഇതുപോലെ നല്ല വലിപ്പം വെച്ച് വരും കേട്ടോ ഈ ചെടി. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 80 റുപ്പീസാണേ. അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെടികൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ എത്രയും വേഗം ഇതിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജസ് അയയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് അയച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കല്ലേ. അല്ലെങ്കിൽ അയച്ചിട്ടുണ്ടെന്നുള്ള വിവരം എന്നെ അറിയിക്കണം കേട്ടോ. അഡ്രസ്സിൽ പേരും പിൻകോഡും മസ്റ്റായിട്ട് ഉണ്ടാവണം. നിങ്ങളുടെ വീടും DTDCയുടെ ഓഫീസും തമ്മിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാക്സിമം ഹോം ഡെലിവറി ആയിട്ട് തന്നെ അവർ കൊറിയർ നിങ്ങളിലേക്ക് എത്തിക്കും. അതിൽ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറയും കേട്ടോ. ചെടികൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഏത് വിധേന ആയാലും അത് എത്രയും വേഗം കൈപ്പറ്റാൻ ശ്രമിക്കണേ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എനിക്ക് പ്ലാന്റ്സിൻ്റെ ഓർഡർ തരുമ്പം വേണ്ട പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ചിട്ട് അതൊരു സിംഗിൾ ലിസ്റ്റായിട്ട് തരുവാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഒരൊറ്റ പേയ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഒത്തിരി കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റുമേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.